ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പലഹാരം ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ്. മധുരം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചൊക്കെ ചേർക്കാം. ഇനി മുട്ടയും പഞ്ചസാരയും ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്ത് ഇത് ചെറുതായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. മുട്ട ഇതുപോലെ ഒന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയും 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും, ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഹോർലിക്സ് ആണ്. 5 രൂപേൻ്റെ ഹോർലിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് മാവ് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് വേണം മാവ് ലൂസാക്കി എടുക്കാൻ. ഏകദേശം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം മതിയാവും. ഈ ഒരു കട്ടിയിലാട്ടോ മാവ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമ്മൾ കൈകൊണ്ട് ചൂടായ എണ്ണയിലേക്ക് നുള്ളിയിട്ട് കൊടുക്കാനുള്ള ഒരു പരുവത്തിലാണ് മാവുള്ളത്. ഇനി ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചെടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. ഇനി കൈകൊണ്ട് കുറേശ്ശെ മാവ് ഇതുപോലെ നുള്ളി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചും മറിച്ചിട്ടെടുത്ത് നല്ലൊരു കളർ ആവുന്നവരെ പൊരിച്ചെടുക്കണം. തീ നന്നായിട്ട് തന്നെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ പൊരിച്ചെടുക്കാൻ. തീ കൂട്ടി വെച്ചാൽ ഇതിൻ്റെ ഉൾഭാഗം ശരിക്കും വെന്ത് കിട്ടൂല. പലഹാരം നല്ലൊരു കളറായി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കണം. മൈദപ്പൊടിയും മുട്ടയും ഹോർലിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.